യേശുവിൽ എനിക്കേറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ ഒത്തിരിയേറെ പ്രശ്നകലുഷിതമായ അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പീഡനങ്ങൾ ഒരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരിയില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ 10-90 വയസ്സുള്ള വൃദ്ധകൾക്ക് പോലും വീട്ടിൽ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ വളരെ ബഹുമാന്യരായിട്ട് നമ്മൾ കരുതിയിരുന്ന അനേക വ്യക്തികൾ, നമുക്കറിയാം പല സംഭവങ്ങളും നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ അവർ പറയാറുണ്ട്, ഈ പീഡിപ്പിച്ച വ്യക്തിയെ ജയിലിലടയ്ക്കണം, മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം, ഇനി ആർക്കും ഇങ്ങനെ ഒരു ഗതി വരാൻ ഇടയാകരുത്, വേറെ ആർക്കും ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പീഡിപ്പിച്ച വ്യക്തിയെ പിടികൂടി ശിക്ഷിക്കണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. ഞാൻ ഓർക്കുന്നു, ഈ പീഡന പരമ്പരയുടെ ഒരു തുടക്കം ഒരുപക്ഷെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രമാദമായ സൂര്യനെല്ലി പീഡന കേസ്, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പാലായിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള വളരെ മാന്യന്മാരായിട്ട് കരുതിയിരുന്ന കുറേ ആൾക്കാർ വളരെ ക്രൂരമായ വിധത്തിൽ പീഡിപ്പിച്ചു. അത് പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ വലിയ വാർത്തയായി. അനേക വർഷങ്ങൾക്ക് ഇപ്പോൾ അത് പിന്നിട്ടു. അതിലെ പല പ്രതികളും ഇപ്പോഴും ജയിൽവാസമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ പ്രമുഖരായ പല വ്യക്തികളും ജയിലിനുള്ളിലായപ്പോൾ അന്ന് നമ്മളൊക്കെ പറഞ്ഞു, ഇനി ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുവിധപ്പെട്ടവനൊക്കെ ഒന്ന് പേടിക്കും. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരും, പുറത്തു വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ മാനക്കേടാകും. എന്നാൽ അതിനുശേഷം നമുക്കൊരു കാര്യം അറിയാം, പിന്നെ എന്തുമാത്രം സംഭവങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൂര്യനെല്ലി പീഡനത്തിന് ശേഷം വാസ്തവത്തിൽ പീഡന പരമ്പര തന്നെ പിന്നെ അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ അത് തുടർമാനമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മിക്കവാറും എല്ലാ കേസുകളിലെയും പ്രതികളെ പോലീസ് പിടിക്കുകയും ജയിലിലടയ്ക്കുകയും കോടതി അവരെ ശിക്ഷിക്കുകയും ഒക്കെ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടെ പീഡനം അവസാനിച്ചിട്ടുമില്ല. പീഡിപ്പിച്ചവർക്ക് വല്ല മാനസാന്തരം സംഭവിച്ചിട്ടുണ്ടോ? അതുമില്ല. വീണ്ടും അനേകർ ഇതുപോലെയുള്ള തെറ്റുകളിൽ ചെന്ന് വീഴുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിനൊരു പരിഹാരം? എന്താ ഇതിനൊരു പരിഹാരം? ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരൊറ്റ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ നെറ്റി ചുളിയും, അതെനിക്കറിയാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, സഹോദര, നിങ്ങളുടെ അമ്മയ്ക്കോ സഹോദരിക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ ആണ് ഇങ്ങനെ ഒരു അനുഭവമെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമോ? പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ പറയുമോ? അതിനുള്ള മറുപടി ഞാൻ വഴിയെ പറയാം. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ
തൻ്റെ ശരീരത്തിൽ പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത് എന്ന് വിചാരിച്ച് അങ്ങനെ നിലപാടെടുത്ത ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം. നമുക്ക് വളരെ പരിചിതമാണ് വിശുദ്ധ മരിയ ഗൊരേത്തി. കേവലം 14 വയസ്സ് പ്രായത്തിൽ അലക്സാണ്ടർ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ അവളെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഈ മരിയ ഗൊരേത്തി പറഞ്ഞൊരു വാക്യമുണ്ട്: എൻ്റെ ശരീരം കൊണ്ട് നിന്റെ കൂടെ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ വളരെ അധികമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അലക്സാണ്ടർ എന്ന കാമവെറി മൂത്ത ആ ചെറുപ്പക്കാരന് അവളുടെ ശരീരത്തിൽ ഒന്ന് തൊടാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഒടുക്കം അവള് രക്തസാക്ഷിയായി തീരുകയാണ്. മരിക്കാൻ നേരത്ത് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്: അലക്സാണ്ടറോട് ഞാൻ പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്നു. അവൻ മരിച്ച് സ്വർഗത്തിലെത്തണം, അതാണ് എൻ്റെ തീവ്രമായ ആഗ്രഹം. ഇത് പറഞ്ഞിട്ടാണ് ആ പെൺകൊച്ചുക്ക് അവസാനമായി കണ്ണുകൾ അടച്ചത്. നമ്മുടെ സഭയിൽ മറ്റൊരു വലിയ വിശുദ്ധനുണ്ട്, വിശുദ്ധ സിപ്രിയാൻ. അദ്ദേഹം ഒരു ബ്ലാക്ക് മാജിക്കുകാരനായിരുന്നു. മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഒരിക്കലൊരു വലിയൊരാഗ്രഹം, ആ നാട്ടിൽ ജസ്റ്റിന എന്നു പേരുള്ള വളരെ സുന്ദരിയായ കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകൊച്ച്, അവളെ എങ്ങനെയും ഏത് വിധത്തിലും സ്വന്തമാക്കണം. പക്ഷേ അവളുടെ അടുത്തേക്ക് അടുക്കാൻ പോലും സിപ്രിയാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിശാചിനെ വിളിച്ചു വരുത്തി ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന പരിപാടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിശാചിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു, ജസ്റ്റിന എന്ന ഈ പെൺകൊച്ചിനെ എൻ്റെ ഇംഗിതത്തിന് എനിക്ക് എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് തരണം. എന്നാൽ പിശാച് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് കേൾക്കണോ? ഏത് നേരവും യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ആ പെൺകൊച്ചിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ എനിക്ക് സാധിക്കത്തില്ല. അവളുടെ ശരീരത്തിൽ നിന്ന് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പിശാച് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്: നീ വേറെ ആരെ വേണമെങ്കിലും ആവശ്യപ്പെട്ടോ, എത്ര മഹാസുന്ദരിയെ വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ കൊണ്ടുവന്ന് തരാം. പക്ഷേ ഈ പെൺകൊച്ചിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു രക്ഷയില്ല. ഇത് പറഞ്ഞിട്ട് പിശാച് പോയെന്നാ പറയുന്നത്. സിപ്രിയാനെ ഇത് ചിന്തിപ്പിച്ചു. എന്നേക്കാൾ ശക്തിയുള്ള കൗമാരപ്രായക്കാരിയായ ഒരു പെൺകൊച്ചി നാട്ടിലുണ്ടെന്ന്. എന്താണ് അവളുടെ ഈ മഹാശക്തിയുടെ പിന്നിലെ രഹസ്യമെന്താണ് അന്വേഷിച്ചു. ആ അന്വേഷണം ചെന്ന് എത്തി നിന്നത് നമ്മുടെ കർത്താവിലാണ്. സിപ്രിയാൻ യേശുവിനെ അറിയാനായിട്ടത് കാരണമായി തീർന്നു. പിന്നീടുള്ളത് ചരിത്രം. സിപ്രിയാൻ കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നു, ഒരു മഹാവിശുദ്ധനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പീഡിപ്പിക്കാൻ വരുന്നവരോടുള്ള നമ്മുടെ സമീപനം, പീഡനത്തിന് ഇരയാകുന്നവർ, നമ്മളൊരു കാര്യം അറിയണം. കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നത് എങ്കിൽ ഒരു പീഡനവീരനും ഒരു പെൺകൊച്ചിൻ്റെയും അടുത്തോട്ട് പോലും വരാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് നമ്മൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ജഡത്തിൻ്റെ സകല സുഖങ്ങളും അനുഭവിച്ച് പാപജീവിതത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആർക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റും. കാരണം വചനം എങ്ങനെയാണ് പറയുന്നത്? ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്ന് കൂടും. ജീവനില്ലാത്തതിൻ്റെ മേൽ കഴുകൻ വരും. കഴുക കണ്ണുകളുമായിട്ട് ആൾക്കാർ വരും. എന്തുകൊണ്ട്? ശവമായതുകൊണ്ട്, ജീവനില്ലാത്തത് കൊണ്ട്.
പ്രിയപ്പെട്ടവരെ, ആരെ ന്യായീകരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ആരെയും ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് നിയമനിഷേധകർ, അനുസരണമില്ലാത്തവർ, ദൈവഭക്തിയില്ലാത്തവർ, പാപികൾ, വിശുദ്ധിയില്ലാത്തവർ, ലൗകികർ, പിതാവിനെയോ മാതാവിനെയോ മറ്റു മനുഷ്യരെയോ വധിക്കുന്നവർ, അസന്മാർഗികൾ, സ്വവർഗഭോഗികൾ, ആളുകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നവർ, നുണയർ, അസത്യവാദികൾ എന്നിവർക്ക് വേണ്ടി. ഈ ഗണത്തിലൊക്കെ പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. അസാന്മാർഗ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടൊക്കെ നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അവരെ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ നടത്തുക തന്നെ വേണം. പക്ഷേ നമ്മുടെ മനോഭാവം, വിശുദ്ധനായിരുന്ന ജോൺ പോൾ മാർപ്പാപ്പയെ അലി അഖ എന്ന ഒരു തീവ്രവാദി ചെറുപ്പക്കാരൻ വെടിവെച്ചു. രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അവനെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. പക്ഷെ മാർപ്പാപ്പയുടെ സമീപനം എന്തായിരുന്നു? അവനെ ജയിലിൽ പോയി കണ്ടു, അവന് ക്ഷമ കൊടുത്തു, അവന് മാപ്പ് കൊടുത്തു, അവനെ ആശ്ലേഷിച്ച് ചുംബിച്ചു. നോക്കുക, കർത്താവിൻ്റെ സ്നേഹത്തെ മാർപ്പാപ്പ അവിടെ ഈ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് ക്രിസ്തീയമായ മനോഭാവം. ഇതാണ് സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്ന കാഴ്ചപ്പാട്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ നമ്മുടെ മനോഭാവം. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ നിങ്ങൾ ശപിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിൻ്റെ കാഴ്ചപ്പാടുള്ളവരായിട്ട് മാറാം, കർത്താവിൻ്റെ മനോഭാവം സ്വീകരിക്കാം. അതിനുവേണ്ടി ദൈവവചനത്തിൻ്റെ വെളിപാടുകൾ നമുക്കുണ്ടാവണം. വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റുവാങ്ങാം. കർത്താവിൻ്റെ മനോഭാവമുള്ളവരായിട്ട് നമുക്ക് മാറാം. അതിനായി കർത്താവ് നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.